വീഡിയോസ് കുറെ റീൽസും കാര്യങ്ങളൊക്കെ വെച്ച് കാണുന്നു. അത് വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എനിക്കറിയാം. ഇപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ആ കുട്ടിയുടെ കാണാം. അതൊന്നും ചിലപ്പോൾ പുറത്ത് വന്നിട്ട് കാണത്തില്ല. 10-60 ഇനോഗ്രേഷനും ഞാൻ കാശ് മേടിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഈ മറ്റേ റീലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന അതൊരു 10-30 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിന് 1.5 തൊട്ട് 2 ലക്ഷം വരെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടും. അതും ഒരു 10-20 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ എന്തും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആ ഒരു വീഡിയോ കോൾ ചെയ്ത് മാത്രമേ ഉള്ളൂ പുള്ളിക്കാൻ. അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. മേ ബി ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മൾ മച്ചാൻ ഒരു നല്ല രീതിയിൽ ഇരുന്ന് സംസാരിക്കും. എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ ക്ഷമയും എന്താ പറയാ ഒന്ന് ആലോചിച്ചും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താ പറയാ കാര്യം ഇങ്ങനെ വാർത്തെടുത്ത് വരുന്നു. ലോകത്തിലെ ഇൻഫ്ലുവൻഷ്യൽ ടോപ്പ് സ്ട്രോങ്ങസ്റ്റ് പേഴ്സണിൽ ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരനെ എന്തുമാത്രം ഹേറ്റേഴ്സ് ഉണ്ടോ അതിന്റെ ഒരു 10 മടങ്ങ് പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് മീൻസ് ഗവൺമെന്റിൽ പല കാര്യങ്ങളിലും കുറെ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി തിരുത്തി കഴിഞ്ഞാൽ അടുത്ത ഗവൺമെന്റ് ഇവർ തന്നെയായിരിക്കും. ഞാൻ എന്തുകൊണ്ട് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാള്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ 100% പുള്ളിക്കാരന്റെ എഫേർട്ട് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ ജയിച്ചത്. അല്ലാതെ എന്റെ എഫേർട്ട് അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. എന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇറക്കിയ സമയത്ത് പുള്ളിക്കാരൻ അതിന് എനിക്ക് പ്രൊമോഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ മൂവി എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങിയാണെങ്കിൽ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അറിയില്ല, അദ്ദേഹത്തിന് ചേട്ടൻ നല്ല പോലെ എനിക്ക് അറിയില്ല. അല്ല അങ്ങനെ അറിയില്ല അറിയില്ല. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് മെഹർ ആൻഡ് യു ആർ വാച്ചിങ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. അപ്പൊ ഇന്ന് സംതിങ് സ്പെഷ്യൽ കൂടുതൽ സ്പെഷ്യൽ ആക്കാൻ എന്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. മലയാള ബിഗ് ബോസിലൂടെ മലയാള മനസ്സിൽ ഏറെ ചേക്കേറിയ ഒരു വ്യക്തി, none other than ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഹായ് ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ടെൻഷൻ ഒന്നും വേണ്ട. ടെൻഷനൊന്നുമില്ല. ഞാൻ എത്ര ക്രൂരനായിട്ടുള്ള ഒരാളൊന്നും, വളരെ സിമ്പിൾ ആയിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യുക. ഓക്കെ. സോ അപ്പം മെഹറിന്റെ ഇന്റർവ്യൂസ് ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പം ലൈവായിട്ട് എന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ രാവിലെ 9 മണി, എന്റെ അടുത്ത് 9 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 9:30 ആയി. ഞാൻ രാവിലെ 8:50 തന്നെ എത്തി കേട്ടോ. ഞാൻ 7:45 എത്തിയത്. അടിപൊളി. ഓക്കെ. സോ അപ്പം എന്താണ് സംതിങ് സ്പെഷ്യൽ? പുതിയ പ്രോഗ്രാമിന്റെ പേരാണോ? നമ്മുടെ പുതിയ ഷോ ആണ്. അപ്പൊ എന്നെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 2-3 കാർ ഡ്രൈവ്സ് പോയി. ലൈക് ഇങ്ങനത്തെ ഒരു ചിറ്റ് ചാറ്റ് ദ ഫസ്റ്റ് ഷോ ആണ്. ഓക്കെ. അപ്പൊ ഡോക്ടറിൽ നിന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. ഓക്കെ, ശരി. ഓക്കെ. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ലൈഫിൽ കണ്ട ഒരു വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സണാലിറ്റിയിൽ ഒന്നാണ് ഡോക്ടർ. ഒരുപാട് സൈബർ ബുള്ളിങ് ആയാലും ഹാരാസ്മെന്റും ഒരുപാട് നേരിട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് കുറ്റപ്പെടുത്തിയ ആളുകളൊക്കെ ഇപ്പം അതിനെതിരെ അത് തിരുത്തി പറയുന്നുണ്ട്. അപ്പൊ വാട്ട് ഡു യു ഫീൽ നൗ? ഐ ഫീൽ ഹാപ്പി. കാരണം ഞാൻ എപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് പോസിറ്റീവും കുറച്ച് നെഗറ്റീവും ഉള്ളൊരു സാധാരണക്കാരനാണ്. സോ ഞാൻ ഫേക്കായിട്ട് നിന്നിട്ടില്ല. ഞാൻ എങ്ങനെയാണോ ഞാൻ അതുമായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും എൻ്റെ കൂട്ടത്തിലുള്ളവരടുത്താണെങ്കിലും നിന്നിട്ടുള്ളൂ. എൻ്റെ ഭാഗത്ത് ഒരുപാട് ശരിയുണ്ടായിരുന്നു, കുറച്ച് തെറ്റുകളുണ്ടായിരുന്നു. തെറ്റുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും, ഞാൻ അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കും. ശരികൾ പലപ്പോഴും പല സമയത്ത് നമ്മൾ പറയുമ്പം അത് പലരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ആ ഒരു സാഹചര്യത്തിന് എനിക്ക് സിവിയർ ഡീഗ്രേഡിങ് കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാൽ അത് സിവിയർ ഡീഗ്രേഡിങ്ങിലേക്കേ പോകത്തുള്ളൂ. അപ്പം ഇപ്പം കാലം തെളിയിച്ചു എന്നുള്ള രീതിയിൽ ഓരോരുത്തരായിട്ട് ഓരോ സത്യങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് മനസ്സിലാക്കുമ്പം ഒബ്വിയസ്ലി ഒരു സാധാ ഒരു മനുഷ്യന്റെ ഒരു വികാരം പോലെ എനിക്കും സന്തോഷം തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സംതിങ് സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് ആണ്. നമ്മളൊരു ഫോട്ടോ ഗാലറി ഡോക്ടർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ പറ്റി അവരോട് ഡോക്ടർക്ക് പറയാനുള്ളത് അവർ ഏത് രീതിയിലാണ് ഡോക്ടർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഫോട്ടോയിലുള്ള എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരാണ്, ഡോക്ടർക്ക് ലൈഫിൽ ഒരുപാട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം അവരെ പറ്റി അവരെങ്ങനെയാണ് ഡോക്ടർ എന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പറയണം. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. റെഡി അല്ലേ? റെഡി. ഓക്കെ. ചേട്ടനിലേക്ക് എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളാണ്, അതുപോലെ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, നോക്കാം.
ഓക്കെ, സോ സാബുമോൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരൻ സീസൺ 1, എനിക്ക് അതിന് മുന്നേ ഞാൻ ടേക്ക് ഇറ്റ് ഈസി എന്നൊക്കെ പ്രോഗ്രാം കാണുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് വ്യക്തിനെ അറിയാം. പിന്നെ സീസൺ 1 വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ എല്ലാ എപ്പിസോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. പക്ഷേ ഹി വാസ് ലൈക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ബിഗ് ബോസ് സീസൺ 1 ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഈസ് വെരി സ്ട്രോങ് ആൻഡ് ബോൾഡ്. ഭയങ്കര സ്ട്രോങ് ആണ്, മനസ്സിലായില്ല? കാരണം പുള്ളിക്കാരൻ ഇപ്പൊ റീസെന്റ് എനിക്കൊന്ന് പണ്ടത്തെ ഒരു 2000 എത്രയിലുള്ള ഒരു കോളേജ് ടൈമിലുള്ള ഒരു ആങ്കേഴ്സിന്റെ എന്തൊരു വീഡിയോ ഞാനിപ്പോ കൈരളി TV എന്തെങ്കിലും കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് പൊളിയായിരുന്നു പുള്ളിക്കാരൻ, മനസ്സിലായി? ഭയങ്കര യോയോ ടൈപ്പ് ആയിട്ടുള്ള, അതും ആ സമയത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നതും ഐ ഡോണ്ട് കെയർ എന്നുള്ള രീതിയിൽ, ഞാൻ എന്താണോ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഉള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, പുള്ളിക്കാരൻ ആക്ച്വലി 3 ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട്. മലയാളം, പിന്നെ എനിക്ക് തോന്നുന്നു LLB, അങ്ങനെ LLB എടുത്തിട്ടുണ്ട്. പിന്നെ ജേർണലിസം, 3 ഇതിൽ ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരന്റെ ചില സമയത്ത് ചില കാര്യങ്ങളിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ നോക്കണ്ടല്ലോ, ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. പുള്ളിക്കാരന്റെ ഫാമിലിയും എല്ലാം കാര്യങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. പുള്ളിക്കാരന്റെ പാഷനെ പുള്ളിക്കാരൻ ഫോളോ ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സാധാരണ ഒരു ഫാമിലിയിൽ നിന്നും, അല്ല സാധാരണ മീൻസ് എന്താ പറയുക, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പം എന്താ പറയുക, പുള്ളിക്കാരൻ ഒരുപാട് സിനിമയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ചില നിലപാടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ അടിയുറച്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയില് ആദ്യം നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ വൈറലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സാബുമോൻ ചേട്ടനെതിരെ സംസാരിക്കുന്ന ഒരു വീഡിയോയും വരുന്നത്. അപ്പൊ സത്യം പറയാം, നിങ്ങൾ ലൈക്ക് പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ, ഞാൻ ആദ്യമായിട്ട് ആ ഒരു വീഡിയോ കോൾ ചെയ്ത് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാൻ അതിനുശേഷം ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. മേ ബി ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മൾ മച്ചാൻ ഒരു നല്ല രീതിയിൽ ഇരുന്ന് സംസാരിക്കും. ഇപ്പൊ വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. നമ്മളിത് ജസ്റ്റ് സോഷ്യൽ മീഡിയ കാണുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്റെ അടുത്ത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർ ആരും എന്നോട് പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു ഇതിനോ വരത്തില്ല, മനസ്സിലായില്ലേ? അപ്പം ദൈവം സഹായിച്ച് അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്തെങ്കിലും പുള്ളിക്കാരനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനുള്ളൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കും. അപ്പം പിന്നെ ട്രോൾസ് ഒക്കെ പിന്നെ അത് ഒബ്വിയസ്ലി വിമർശിക്കാം. ഹെൽത്തി ക്രിറ്റിസിസം നല്ലതാണ്, ട്രോൾസ് നല്ലതാണ്, എല്ലാം നല്ലതാണ്. അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. എന്നും പറഞ്ഞിട്ട് ഞാനിപ്പം വന്നിരിക്കുന്ന ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു ഫെയിം എന്നുള്ള രീതിയിൽ വരുമ്പം എന്നെ ആരും വിമർശിക്കാൻ പാടില്ല, എന്നെ ആരും ട്രോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ആൾക്കാർ പറയും. സോ അത് പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്ക് പുള്ളിക്കാൻ്റെ അടുത്ത് ഒരു പ്രശ്നവുമില്ല. അത് പുള്ളിക്കാൻ്റെ ഇഷ്ടമാണ്, മനസ്സിലായില്ല? പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരിച്ച് ഇപ്പം എൻ്റെ അടുത്ത് പുള്ളിക്കാൻ അങ്ങനെ ചെയ്താലും തിരിച്ചെനിക്ക് അങ്ങനെ ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ ഏതൊരു മനുഷ്യനുണ്ടെങ്കിലും അതിൽ നല്ല കാര്യങ്ങൾ കൂടുതൽ പറയാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മളിപ്പോ ഒരു നെഗറ്റീവ് പറഞ്ഞ അയാളെ ഹേർട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നല്ലതാണ്. അത്രേ ഉള്ളൂ. നമുക്ക് നേരെ അടുത്ത ഫോട്ടോയിലോട്ട് പോയാലോ? ഓക്കെ. രജിത് കുമാർ സർ സീസൺ 2 ഞാൻ സീസണിലാണ് കുറച്ചുകൂടെ കാണുന്നത്. അതിന് മുന്നേ ഞാൻ പുള്ളിക്കാരെ പേഴ്സണാലിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വൈറ്റ് ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി. പക്ഷെ കൂടുതൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. സീസണിലേക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നും. പുള്ളിക്കാരൻ നമ്മുടെ എനിക്കൊന്ന് മൈക്രോബയോളജിയിൽ ഗോൾഡ് മെഡലിസ്റ്റാ, PhD എടുത്തതിൽ ഗോൾഡ് മെഡലിസ്റ്റ്. അപ്പം അത്യാവശ്യം നല്ല അറിവും വിവരവും ബോധവും ഉള്ള ഒരു ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ലൈക്ക് ഈസ് എ ലെക്ചറർ പ്രൊഫസർ ആണ്. സോ അപ്പം ഗെയിമർ എന്നുള്ള രീതിയിൽ എനിക്ക് പുള്ളിക്കാരൻ്റെ ഗെയിംസ് ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഗെയിം പാറ്റേൺ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം അല്ല ആക്ച്വലി അത്. പിന്നെ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് പലതും പുറത്ത് അറിയാതെ തന്നെ ഒരുപാട് പേരെ സഹായിച്ച ആൾക്കാർ പലരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആൾ സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് കൂടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യത്തിൽ വളരെ നല്ലൊരു വ്യക്തിയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അമ്മേനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി പേഴ്സൺ ആണ് പുള്ളിക്കാരൻ. പിന്നെ എന്താ പറയാ, പിന്നെ ഞാൻ പറഞ്ഞില്ല, പിന്നെ ഇത്രയും ഈ ഒരു പ്രായത്തിലും ഇത്ര എനർജറ്റിക് ആയിട്ട് പാഷനെയൊക്കെ ഫോളോ ചെയ്ത് പുള്ളിക്കാരൻ റീസെന്റ് പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ നല്ലൊരു ജോലി മാറ്റി വെച്ചിട്ടാണ് പുള്ളിക്കാരൻ്റെ ഫാഷന്റെ പുറകെ പോകുന്നത്. സോ അതിനുവേണ്ടി പുള്ളിക്കാരൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് ആദ്യമായിട്ട് കാണുന്ന സീസൺ 5 നമ്മൾ ഇത് ചലഞ്ചേഴ്സ് ആയിട്ട് കയറുമ്പോഴാണ് നമ്മൾ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. പിന്നെ എന്താ പറയാ, ഇത് പുള്ളിക്കാരൻ എനിക്ക് പിന്നെ എനിക്ക് തോന്നിയ ഒരു, ഞാനിപ്പോൾ റീസെന്റ് ചെയ്തൊരു വീഡിയോയിൽ അന്ന് പറഞ്ഞൊരു കാര്യം പിന്നീട് ഞാൻ കണ്ട. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ MBBS പഠിച്ചിട്ട് ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നീ അത് എടുത്തത് കൊണ്ട് എന്താണ് ഗുണമെന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പം ഞാനും അതാണ് സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. കാരണം സാർ ഒരു ലെക്ചറാണ്, സാർ കോളേജിൽ പോയി അതേ റിസൈൻ ചെയ്ത് സാറിന്റെ ഫാഷനിൽ പോകുന്നുണ്ട്.
അപ്പം ഞാൻ റീസെന്റ് ആ ഒരു വീഡിയോ കണ്ടു, എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചപ്പം സാറും അത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ ജോലിയൊന്നും നമ്മൾ കളയുന്നില്ല, നമുക്ക് ജോലിയിൽ എപ്പോൾ വേണമെങ്കിലും കയറാന്നതേ ഉള്ളൂ. സോ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഒരുപാട് പോസിറ്റീവും പിന്നെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നമുക്കൊന്ന് അടുത്ത ഫോട്ടോയിലോട്ട് പോയാലോ? ഓക്കെ, എല്ലാരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ആളാണിത്. നോ കമന്റ്സ്. നെക്സ്റ്റ്. ഒന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ചോദിച്ചോട്ടെ? ചോദിക്കണോ? എനിക്ക് സത്യം പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇല്ല, എന്നാലും ഓക്കെ. എന്താണ് ചേട്ടാ, ഇപ്പൊ ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞിട്ട് ഇപ്പം കുറെ നാളായി. അപ്പോ ആ ഒരു ടൈമില് ബിഗ് ബോസ് സീസൺ 4 കഴിഞ്ഞ ടൈമില് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു ഡോക്ടറുടെ സപ്പോർട്ട് കാരണമാണ് ദിൽഷ ജയിച്ചിരുന്ന ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഒരു അഭിപ്രായത്തില് ബിഗ് ബോസും കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ഈ ഒരു ടോപ്പിക് വിടുന്നതാണ് നല്ലത്. ആ കുട്ടിയുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാൻ എന്റെ ലൈഫായിട്ട് സപ്പോർട്ട് ചെയ്തത് ഓർത്തിട്ട് ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. ചെയ്യാനുള്ളതെന്ന് ചെയ്തു, അത് കഴിഞ്ഞു. ആ ടോപ്പിക് ആ ചാപ്റ്ററെ കഴിഞ്ഞു. പുള്ളിക്കാരി ലൈഫായിട്ട് പോകുന്നു, ഞാൻ എന്റെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. രണ്ടുപേർക്ക് നല്ലതുണ്ടാവട്ടെ, അത്രയാണ്. അന്ന് ദിൽഷ ചേച്ചി പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തതാണോ അതോ ലൈക് ഡോക്ടർ എനിക്കായിട്ട് തോന്നിയിട്ട് ചെയ്തതാണ്? അപ്പം ഒരു കാര്യം കൂടെ, ഇനി ഇപ്പം 2 years ആയി എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം ലൈക് നിങ്ങള് ഇനി കണ്ട് സംസാരിക്കും, നമുക്ക് സ്റ്റേജിൽ കാണാനൊക്കെ പറ്റുമോ? ഇല്ല. ഫ്രണ്ട്ഷിപ്പ് തന്നെ തുടരാൻ താല്പര്യമില്ല. ഓക്കെ. അല്ല, അത് വേറെ ഒന്നും കൊണ്ടല്ല, പേഴ്സണലി വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ താല്പര്യമില്ല അത്ര. ഓക്കെ, നമുക്ക് അടുത്ത ഫോട്ടോയിലോട്ട് പോവാട്ടോ. നമ്മള് ബിഗ് ബോസ് ആ ഒരു ഫെയിം ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലേ? ആ ഒരു ചേട്ടൻ എന്തുകൊണ്ട് ചെയ്തില്ല? ഏതാണ് ആ ഒരു ബിഗ് ബോസ് ഫെയിം ഏറ്റവും കൂടുതൽ എക്കണോമിക്കലി? ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷം വരെ മാർക്കറ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഒരു വർഷം വരെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ബിഗ് ബോസിന്റെ ഫെയിം ലൈം ലൈറ്റിൽ കൊണ്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത സീസൺ കയറുന്ന സമയം തൊട്ടാണ് എനിക്ക് ഇതില് കുറെ കൂടെ ഒക്കെ പ്രശ്നങ്ങൾ അതുവരെ ഞാൻ കുറെ ഫേസ് ചെയ്തു. ഞാൻ പറയില്ലേ, ഞാൻ ഫുൾ ഷോയിനോ അല്ലെങ്കിൽ ഏഷ്യനോ അഗൻസ്റ്റ് അല്ല, അതിലുള്ള കുറച്ച് പേരും അവരുടെ എന്റെയോടുള്ള സമീപനോ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഫിനാൻഷ്യലി ഒക്കെ ഏറ്റവും കൂടുതൽ അല്ല. ഞാൻ പറയട്ടെ, ഞാനൊരു ചെയ്തിട്ടുള്ള ഒരാളാണ്. അല്ല, പുള്ളിക്കാരനെ പോലെ തന്നെ ഞാൻ ആക്ച്വലി ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ ഞാനൊരു 10, 100, 120 ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു 10-60 ഇനോഗ്രേഷനും ഞാൻ കാശ് മേടിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 10-60-65 ഇനോഗ്രേഷനും അതിൽ 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം വരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്റെ അക്കൗണ്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത്, ഞാൻ ഈ മറ്റേ റീലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന അതൊരു 10-30 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിന് 1.5 തൊട്ട് 2 ലക്ഷം വരെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ കിട്ടും. അതും ഒരു 10-20 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഫിനാൻഷ്യലി ആ സമയം നോക്കുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് അത്യാവശ്യം എമൗണ്ട് അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പിന്നെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വന്ന സമയത്ത് എനിക്ക് കുറച്ച് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ പ്രാവശ്യം കയറുന്ന സമയത്ത് ഞാൻ ഷോയിന് അഗൻസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ വിളിച്ച് പറയുന്ന സമയത്ത് പിന്നും ആ ഷോയിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു കെയർ ഓഫിൽ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇനോഗ്രേഷൻസ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്ത എനിക്ക് ഇപ്പോഴും ഇനോഗ്രേഷൻസ് വരാറുണ്ട്. ഞാനത് എടുക്കാത്ത, പർപ്പസ്ലി എടുക്കാത്ത, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്കിനി എൻ്റെ ലൈഫിൽ അടുത്തൊരു സ്റ്റേജിലേക്ക് പോയി ആ ഒരു ടാഗിൽ എനിക്ക് പോകണമെന്ന ഒരു ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്ത പോകാത്ത. പിന്നെ പുള്ളിക്കാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കാരെ കാണുന്നത് എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒരു ഇതിലൊരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നിരുന്ന ഒരു കാര്യം പറയുന്ന സമയത്ത് പുള്ളിക്കാരെ കാണുന്നത്. പിന്നെ ആ സമയത്ത് കണ്ടന്റിന് വേണ്ടി ഞാൻ ആ സമയത്ത് ഒരു 10 മിനിറ്റ് വീഡിയോ പുള്ളിക്കാരൻ തന്നെ ഇപ്പോഴും പറയുന്നുണ്ട്, ഇവൻ എന്താ രാവിലെ 3 മണിക്ക് എനിക്ക് ഒരു വീഡിയോ എന്നൊക്കെ പറയണ്ടേ. ആ സമയത്ത് കണ്ടന്റ് ആയിരുന്നു, അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ബിഗ് ബോസ് മലയാളം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 പേരാണ് അഖിൽ മാരാർ ആൻഡ് ഡോക്ടർ റോബിൻ. ഈ 2 പേരും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടുപേരും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ഞാനല്ല പറയണ്ട, ജനങ്ങളാ പറയണ്ട. അല്ല, ചേട്ടന് പേഴ്സണലി തോന്നിയിട്ടുള്ള എനിക്ക് ഒരു ക്വാളിറ്റി ഞാൻ പറയാം, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ എന്തും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള, ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ എന്താ പറയാ, പുള്ളിക്കാരനാണെങ്കിലും ഒരുപാട് ആഗ്രഹങ്ങളും അംബീഷനൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളിക്കാരൻ ഓരോന്നായിട്ട് സക്സീഡ് ചെയ്യുന്നുണ്ട്, ഹാപ്പി ആയിട്ട്. അതിലെല്ലാം പുള്ളിക്കാരൻ ഹാപ്പിയാണ്, പുള്ളിക്കാരൻ ഫാമിലി ആയിട്ട് എപ്പോഴും ഹാപ്പിയാണ്. പിന്നെ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ അല്ല, ഡിഫറൻസ് അവിടെ ക്യാമറ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നല്ല ഇത്ര നേരം പറഞ്ഞതില്ല, ഞാൻ അങ്ങനെ അധികം ആരെ പറ്റിയും കുറ്റം പറയാൻ നിന്ന് കാണത്തില്ല. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? ആരും പെർഫെക്റ്റ് അല്ല. ഇപ്പൊ ഞാനാണെങ്കിലും വേറെ ആണെങ്കിലും
എന്താ പറയുക പെർഫെക്റ്റ് ഒന്നുമല്ല. ഇപ്പൊ മെഹറിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ കാണും, കുറച്ച് മോശ കാര്യങ്ങൾ കാണും. ഇപ്പൊ മെഹറിലുള്ള മോശ കാര്യങ്ങൾ ഞാൻ എടുത്ത് പ്രൊജക്ട് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മെഹറിന് അത് വിഷമം ഉണ്ടാവും. അതിനെക്കാട്ടി നല്ലത് മെഹറിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ട് അത് ഞാൻ എടുത്ത് പോയിന്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മെഹറിന് ഒരു സന്തോഷം വരും. പിന്നെ അത് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ നല്ല ചെയ്യാനും തോന്നും, അല്ലേ? ബെറ്റർ ആവാനല്ലേ തോന്നുന്നു. അപ്പം എനിക്ക് ആരതി ചേച്ചി പറഞ്ഞ ഒരു ഒപ്പീനിയൻ തന്നെയാണ്. ഡോക്ടർ റോബിൻ ആരുടെയും കുറ്റം പറയാറില്ല. അത് ഞാൻ പറയാം, അവരങ്ങനെ പറയുന്നെങ്കിൽ പറയട്ടെ. ഇപ്പൊ അവരെങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവരുടെ അടുത്ത് എല്ലായിടത്തും ആരുടെ സ്നേഹം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പം ഇതിപ്പോ 2024 2124 എടുത്ത് നോക്കിയേ, നമ്മൾ ആരും കാണത്തില്ല ലോകത്ത്. നമ്മളിപ്പോ ഈ ഭയങ്കരമായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഡ്രീംസ് ആണെങ്കിലും എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ചെയ്യുന്നു, വീട് വെക്കുന്നു, അത് വെക്കുന്നു, ഇതെല്ലാം സത്യം പറയാൻ ആ ഒരു സമയമാകുമ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിലും കാണത്തില്ല. ഇതൊക്കെ വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പൊ ആകെ കുറച്ച് നാളെ നമ്മുടെ ഈ ലോകത്തുള്ളൂ. അതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടമാണ്. കാരണം ഹെൽത്തി ക്രിറ്റിസിസം എന്നെ ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കണം, റോബിന് ഇതാണ്, ഇത് ശരിയല്ല, ഇത് ഇങ്ങനെ കാണിച്ചാൽ അത് കുഴപ്പമില്ല. അപ്പം കാരണം ഇതിന് മുന്നേ ആണെങ്കിലും ഇപ്പൊ എന്റെ ഇന്റർവ്യൂവിന് കുറെ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കാരണം ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫെയിം എന്ന് പറയുമ്പോൾ യൂഷ്വലി 1-2 മാസം വരെ ചിലപ്പോൾ കാണത്തുള്ളൂ. അതിൽ നിന്നും നമുക്ക് ഒരു വർഷം വരെ നീണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. യൂട്യൂബേഴ്സ് ആണെങ്കിൽ എല്ലാവരും കണ്ടന്റ്, ഇപ്പൊ നിങ്ങളാണെങ്കിൽ കണ്ടന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വഴി നമ്മൾ എന്ത് ചെയ്യണം, ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യണം. നമുക്ക് അതുവഴി കുറെ ബെനിഫിറ്റ്സ് കിട്ടും, കുറെ കാര്യങ്ങൾ, ഒരു മ്യൂച്വൽ ബെനിഫിറ്റ്, അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നവര് പറയട്ടെ, ഞാൻ ഇങ്ങനെയാണ്, അതങ്ങനെ ആയിരിക്കും. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണ്. ആരായിരിക്കും എനിക്ക് ഗസ്? പെൺകുട്ടിയാ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. ബിഗ് ബോസ് റിലേറ്റഡ് ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യ്. ജാസ്മിൻ ആണോ? ഓക്കെ. എന്താ പറയാനുള്ളത്? ജാസ്മിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാനും പൊടിയും കൂടെ ഒരു മാരേജ് ഫംഗ്ഷന് പോകുമ്പോഴാണ് കണ്ടത്. അപ്പം പുള്ളിക്കൊരു അതെ. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു, സംസാരിച്ചു. പിന്നെ ഇത് പൊടിയും ആയിട്ട് ജസ്റ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സീസൺ 6 വരുമ്പോഴാണ് കാണുന്നത്. പിന്നെ ഞാൻ അധികം ഇത് ഷോ ഒന്നും അധികം കണ്ടിട്ടില്ല. പിന്നെ എന്താ പറയാ, വീഡിയോസ് കുറെ റീൽസും കാര്യങ്ങളൊക്കെ വെച്ച് കാണുന്നു. അത് വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എനിക്കറിയാം. ഇപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ആ കുട്ടിയുടെ കാണാം. അതൊന്നും ചിലപ്പോൾ പുറത്ത് വന്നിട്ട് കാണത്തില്ല. പിന്നെ ചില കാര്യങ്ങൾ TRP കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ എടുത്ത് പുറത്ത് കാണിക്കും. അത് വെച്ചിട്ട് പലരെയും ജഡ്ജ് ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ചെയ്ത ചില കാര്യങ്ങളിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും പുള്ളിക്കാരി ഒരു സർവൈവർ ആണ്. ഈ 23 വയസ്സിൽ ഇത്രയും വരെ സർവൈവ് ചെയ്ത് വരാന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പിന്നെ ഞാൻ പറയാം, നോർമൽ ഒരു ഫാമിലിയിൽ നിന്ന് ഇത്രയും വരെ എത്തുക എന്ന് പറയുന്നത് അത് സിമ്പിൾ കാര്യമല്ല. ഒരുപാട് പേരുടെ ഇടയിൽ നിന്നാണ് ആ കുട്ടി വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ചും കണ്ടും മാത്രം ചെയ്യുക എന്നുള്ളത് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ശരിക്കും ജാസ്മിൻ ആണ് ബിഗ് ബോസ് വിന്നർ ആവേണ്ടിയിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാള്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ 100% പുള്ളിക്കാരന്റെ എഫേർട്ട് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ ജയിച്ചത്, അല്ലാതെ എന്റെ എഫേർട്ട് അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ തന്നെയാണ് അതിൽ 100% എഫേർട്ട് എടുത്തത്. പുള്ളിക്കാരന്റെ തന്നെയാണ് ആ വിക്ടറി. പിന്നെ കാണാൻ പോയത് ഇൻഡിവിജ്വലി വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇഷ്ടമുള്ളതുകൊണ്ട് പോയി കണ്ടു. എയർപോർട്ടിൽ പോയി കണ്ടു. അതൊക്കെ ഭയങ്കര വിഷയമായ ഒരു കാര്യമായിരുന്നു. എന്ത് വിഷയം? ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, എന്റർടൈൻമെന്റ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കാണണം, അത്രേ ഉള്ളൂ. എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. പിന്നെ ചോദിച്ചോ അടുത്തത്. ചേട്ടാ എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, ജാസ്മിന്റെ ആ ഒരു ഗെയിമിന് 10ൽ എത്ര മാർക്ക് കൊടുക്കും? ഞാൻ ഗെയിം മൊത്തത്തിൽ കണ്ട ഒരാളാണെങ്കിൽ ഞാൻ വിലയിരുത്തും. കാണാത്ത ഒരാളെന്ന് പറഞ്ഞാൽ ചുമ്മാ എനിക്ക് റൗണ്ട് ചെയ്ത ഒരു വില ഇത് പറയാൻ പറ്റും. പക്ഷേ അതിൻ്റെ അകത്ത് വന്ന ഈ ബിഗ് ബോസ് അല്ലെങ്കിൽ ഈ സീസൺ മാത്രമല്ല എല്ലാ സീസണിലും വന്ന എല്ലാവരും വിന്നേഴ്സാ. കാരണം അവർ ഒരുപാട് പേരിൽ നിന്നാണ് ഇവർ സെലക്ടഡ് ആയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇതിൽ സെലക്ടഡ് ആയിട്ട് വരുന്നത്. അപ്പോഴേ ഓൾറെഡി അതിൽ എൻ്റർ ചെയ്യുമ്പോഴേ വിന്നേഴ്സ് ആണ്. പിന്നെ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോരുത്തർ മാറി മാറി വരും. സ്റ്റിൽ പുള്ളിക്കാർക്ക് 3rd പൊസിഷൻ കിട്ടിയില്ല, അതൊരു വലിയ കാര്യമില്ലേ? ഇത്രയും ഫൈറ്റ് ചെയ്ത് നിന്ന് ടോപ്പ് 5 വന്ന് ടോപ്പ് 3 വരാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്, അല്ലേ? അപ്പം ഇപ്പൊ പുള്ളിക്കാരി ആണെങ്കിലും അത് ഈ ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുക്കുന്നില്ല. കാരണം പുള്ളിക്കാരിക്ക് അറിയാം അത് പല രീതിയിൽ ക്യാപ്ഷൻസ് ഇട്ട് പല രീതിയിൽ നെഗറ്റീവ് ആക്കി കണ്ടന്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞിട്ട് അത് ഈ ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കുന്നില്ല. നല്ല തീരുമാനം. ഈവൻ ഗബ്രി ആണെങ്കിലും പുറത്തിറങ്ങിയപ്പോൾ പുള്ളിക്കാരന്റെ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. എനിക്കത് ഞാൻ വിചാരിച്ചു ഭയങ്കര നെഗറ്റീവായിട്ട് പോകുന്ന വിചാരിച്ചു, പക്ഷെ നല്ല രീതിയിൽ
അവൻ അത് ഹാൻഡിൽ ചെയ്തു. പിന്നെ ഇത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടൻ ഇങ്ങനെ കുറെ ഇന്റർവ്യൂസിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ബിഗ് ബോസ് ആണെങ്കിൽ ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ ആടാക്കുന്നു, അങ്ങനെ പറയാൻ ഉണ്ടായ കാരണം? അല്ല, ഞാൻ പറഞ്ഞില്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ അവര് ചില കാര്യങ്ങൾ തീരുമാനിക്കുക, അതേപോലെ നടക്കത്തുള്ളൂ. അപ്പൊ like ജനങ്ങളാണ് കംപ്ലീറ്റ്ലി എന്നുള്ളതിൽ ചില മാറ്റങ്ങളുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയിലും ഇപ്പം നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അത് പലതും മറച്ചു വെച്ചിട്ട് ചീത്ത കാര്യങ്ങൾ TRPക്ക് വേണ്ടി കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുകയാണ്, ഒരു എന്താ പറയാ, ഒരു സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് TRPക്ക് വാല്യൂ കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ അതിലുള്ള കണ്ടസ്റ്റൻസിന്റെ ലൈഫിനും കൂടെ വാല്യൂ കൊടുക്കണം, മനസ്സിലായില്ലേ? അവർക്കും ഒരു ജീവിതമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഞാൻ നിന്നതും. എല്ലാവർക്കും അത് ഫുള്ളി അല്ല നിന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിലുള്ള ടു ബി ഫ്രാങ്ക് പറയാം, അത് ഞാൻ പിന്നെ പറയാം, ഇത് വേറൊരു ഓക്കെ, അത് വിട്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഫേസ് ചെയ്തിട്ടുണ്ട്, എനിക്കതൊക്കെ അറിയാം, ഞാൻ അത് ആദ്യമേ പറഞ്ഞിരുന്നു. അതിന് എഗൻസ്റ്റ് ആയിട്ട് ആരൊക്കെ പറയുന്നു അവർക്ക് എല്ലാവർക്കും ഓരോന്ന് ഫേസ് ചെയ്യേണ്ടി വരും, ഓരോരുത്തരായിട്ട്. ഇപ്പൊ അവരുടെ ഐ മീൻ എക്സ്പീരിയൻസ് വന്ന് പറയുമ്പോഴാണ് ഓക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് അറിയുന്നത്. പറയാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അല്ല, അത് അതിനുള്ള സമയമായില്ല, അത് പിന്നെ അത് 2 പ്രാവശ്യം ആലോചിച്ച് പെട്ടെന്ന് വേണോ വേണ്ട, പിന്നെ പറയാം. ഇതെന്റെ അച്ഛനും അമ്മയാണ്. നല്ല ക്യൂട്ട് ഫോട്ടോ, നല്ല ചിരി രണ്ടാളുടെയും. ഇത് ആക്ച്വലി ഞാൻ അവർക്ക് അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്തതാ ഈ ഒരു ഫോട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു 2018-ലോ 17-ലോ കൊണ്ടാണ് ഈ ഫോട്ടോ കൊടുത്തത്. സോ അപ്പം എൻ്റെ അച്ഛനും അമ്മേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1989 ഒക്ടോബർ 2 കല്യാണം കഴിച്ചത്. 90 ഒക്ടോബർ 26 ഞാൻ ജനിച്ചു. സോ അമ്മേനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അച്ഛനൊരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, പോലീസ് ഓഫീസർ ആയിരുന്നു ആൻഡമാൻ ആൻഡ് നിക്കോബാർസിൽ. പിന്നെ എൻ്റെ അമ്മാമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പം 3 പെൺകുട്ടികളായിരുന്നു ഇവര്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. അപ്പം അച്ഛൻ പറയുന്നതിനപ്പുറത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അമ്മ നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു. 18ാമത്തെ വയസ്സിലാണ് അച്ഛൻ അമ്മേനെ കല്യാണം കഴിക്കുന്നത്. ആദ്യമായിട്ട് അമ്മ പെണ്ണ് കാണുന്നതും കല്യാണവും എല്ലാം ഒന്ന് തന്നെയായിരുന്നു. അപ്പൊ അത് ഫിക്സ് ചെയ്തു. അതെ. അപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ 14 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. പക്ഷെ അച്ഛൻ ആ സമയത്ത് കാണാനായിട്ട് അത്ര പ്രായം തോന്നിക്കത്തില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും തമ്മിലൊരു ബോണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴാണെങ്കിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര റൊമാൻറ്റിക് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെക്കൻഡ് കാണാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ടാണ് എന്ത് ചെയ്തത്, കുട്ടിക്കാലം മുതലേ വളരുന്നത്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഹാപ്പിയാണ്. വഴക്കുകളുണ്ടെങ്കിൽ തന്നെ, സൗന്ദര്യപ്പനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് കുറേ നാളത്തേക്ക് പോകത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് എപ്പോഴും വേണം. സോ ആ ഒരു കാര്യം കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പം പിന്നെ ഞാനിപ്പോൾ എന്താണോ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എൻ്റെ അച്ഛനും അമ്മേൻ്റെയും അവർ തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത്. കാരണം കുട്ടിക്കാലം മുതലേ എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല, ടു ബി ഫ്രാങ്ക് പറയാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന നിലയ്ക്ക് ഇവരോട് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുട്ടിക്കാലം മുതലേ ഞാൻ സ്കൂളിലാണെങ്കിൽ കോളേജിലാണെങ്കിൽ എല്ലാം എനിക്ക് നല്ല രീതിയിലാണ് എന്നെ നോക്കിയിട്ടുള്ളത്. എനിക്കൊരു കുറവും വരുത്തിയിട്ടില്ല, ടു ബി ഫ്രാങ്ക് പറഞ്ഞാൽ. അപ്പം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ്. അവർ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ചില രീതിയിലുള്ള നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സത്യം അമ്മ ഭയങ്കര സെൻസിറ്റീവാണ്, അമ്മയ്ക്ക് ഭയങ്കര വിഷമം വരും. ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അമ്മയുടെ 7-8 കിലോയാണ് കുറഞ്ഞത്. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സ്ലിം ആയിട്ട് ഭയങ്കര കരഞ്ഞ് വിഷമിച്ചിട്ടിരിക്കുന്ന ഒരു അമ്മയാണ്. പിന്നെ അമ്മ ഭയങ്കര ഹാപ്പി എന്താന്ന് വെച്ചാൽ ഒരുപാട് അമ്മമാരെ എൻ്റെ അമ്മേനെ കോൺടാക്ട് ചെയ്യും. അപ്പം അവരെല്ലാവരും പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ മകനാണെന്നുള്ള രീതിയിൽ അമ്മ അതിൽ ഞാൻ ആലോചിക്കും അമ്മയ്ക്ക് അസൂയൊന്നുമില്ല. ഓരോ ദിവസം ഓരോരുത്തർ നേർച്ചയും പിന്നെ ഈ എന്താ പറയുക പ്രസാദവും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഫോട്ടോയിൽ എന്ത് ചെയ്യും എടുത്ത് അയച്ചു കൊടുക്കും. പിന്നെ പലരും അമ്മേനെ വന്ന് കാണാറുണ്ട്. പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്, മനസ്സിലായി, ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്, ഇപ്പോഴും എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന. അച്ഛൻ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആദ്യം പറഞ്ഞില്ലേ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന്. ഇപ്പൊ അച്ഛന്റെ ആ ഒരു സ്ട്രോങ്നെസിന്റെ ഒരു 1000-1 ഞാൻ ഉള്ളൂ യഥാർത്ഥത്തിൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പം അച്ഛന്റെ അമ്മയുടെ ഗുണങ്ങൾ മക്കൾക്ക് കിട്ടും പറയും. അപ്പം അച്ഛനിൽ നിന്ന് ചേട്ടന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതാണോ? അച്ഛനിൽ നിന്ന് കിട്ടിയത് സ്ട്രോങ്നെസ്, പിന്നെ എന്തും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം. അച്ഛനെന്ന് വെച്ചാൽ എന്തും ഫേസ് ചെയ്യും, ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്ന എല്ലാം ഫേസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോഴാണെങ്കിലും അങ്ങനെയാണ്. ഞാനും ഇവിടെ
ഇടയ്ക്ക് വരും ഭയങ്കര മരണമാസ് ആണെന്ന് കാണും. അച്ഛൻ ഈ മാസം എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. പിന്നെ അമ്മയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മ അതിന്റെ സെൻസിറ്റീവ് ആണ്, പിന്നെ ഇമോഷണൽ ആണ്. അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അമ്മ ആക്ച്വലി ഹാംലെസ്, ആരെയും അങ്ങനെ അങ്ങോട്ട് പോയി ഉപദ്രവിക്കണമെന്ന് മനഃപുറം വിചാരിക്കുന്ന ഒരാളല്ല. അത് അമ്മ അങ്ങനെയാണ് മെയിൻലി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും ഇപ്പൊ ഇടയ്ക്ക് ഇപ്പം അച്ഛൻ ഇപ്പൊ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഇൻ കേസ് ഫോൺ എടുക്കാതെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അമ്മേനെ വിളിച്ചിട്ട് മോനെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വിളിക്കുന്നവരെ അല്ലെങ്കിൽ തിരിച്ച് കാണുന്നവരെ ആ ഒരു ടെൻഷനുണ്ട്. പിന്നെ അച്ഛനാണെങ്കിലും ഇപ്പം ഞാനും അച്ഛനും ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ ഏറ്റവും കൂടുതൽ കൺസേൺ പറയുന്ന അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ, അമ്മ എപ്പോഴും കുട്ടിയാണ്, മോനെ നീയാണ് നോക്കണേ എന്നാണ് പറയുന്നത്. സോ അപ്പം ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഭയങ്കര എന്താ പറയാ, ഭയങ്കര നല്ലൊരു ബോണ്ടായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഹാപ്പിയാണ്, കാരണം നമ്മളെ വളർത്തി വലുതാക്കി. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തുക എന്നുള്ളത് തന്നെയാണ്. ഒബ്വിയസ്ലി, കാരണം എല്ലാം അവർ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഉറപ്പായിട്ടും ഹാപ്പിയാണ് അവർ. അതെ. അപ്പൊ നമുക്ക് അടുത്ത ഫോട്ടോയിലോട്ട് പോയാലോ? ഓക്കെ. ഡോക്ടർ വൈശാഖ്. ഡോക്ടർ വൈശാഖ് ഒരുപാട് ഇന്റർവ്യൂസിൽ ഡോക്ടർ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ആളാണ്. ഞാൻ ആക്ച്വലി ഞാൻ ജനിച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്തത്. അപ്പം ഞാൻ അവിടെ 2015 ജോയിൻ ചെയ്യുന്ന ടൈമിൽ എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ് ഡോക്ടർ വൈശാഖ്. കാരണം ഞാൻ അങ്ങനെ അധികം ഫ്രണ്ട്സിനെ എനിക്കറിയത്തില്ല, എനിക്കധികം നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടില്ല. പിന്നെ പേടിയാണ്, എനിക്ക് എങ്ങനെയാണ് ഫ്രണ്ട്സ് ഒന്നും അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു ആളിൽ നിന്നും എങ്ങനെയോ നമ്മൾ ഡ്യൂട്ടിക്കിടയിൽ സംസാരിച്ചു. അപ്പം പുള്ളിക്കാനും എനിക്കും കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ രണ്ടും കള്ളു കുടിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഭയങ്കര ഫുഡിയാണ്. പിന്നെ പുള്ളിക്കാരൻ വെജിറ്റേറിയൻ ആണ്. അപ്പം ഞാനാണെങ്കിൽ ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ അങ്ങനെ ഇടയ്ക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഗ്രാജുവലി, പുള്ളിക്കാരൻ മാരീഡ് ആണ്, എന്റെ സെയിം പ്രായമാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ജിജി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഗ്രാജുവലി ബിൽഡ് ചെയ്ത ഒരു ഫ്രണ്ട്ഷിപ്പാണ്, അത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ, എനിക്ക് അവരോട് സംസാരിക്കാൻ ഭയങ്കര ഒരു റിലാക്സേഷനും ഭയങ്കര ഒരു സന്തോഷവും. പിന്നെ എന്ത് വിഷമം ഉണ്ടെങ്കിലും അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവന് മനസ്സിലാക്കുന്നുണ്ട്, അവൻ കേൾക്കാൻ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ എന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്റെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിച്ചിട്ട്, എന്റെ പോയിന്റ് ഓഫ് ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ടും അവൻ കാര്യങ്ങൾ പറയും. പിന്നെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയും, റോബിനെ അത് തെറ്റാണ്. ബെസ്റ്റ് ഫ്രണ്ട് ചേട്ടനെ ഏറ്റവും കൂടുതൽ ഉപദേശിക്കുന്ന ഈ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഏത് കാര്യത്തിലായിരിക്കും? അല്ല, അതിലിപ്പോ അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെ ഉപദേശം കേൾക്കും, പക്ഷെ ഒന്നും എനിക്ക് തോന്നുന്നതേ ഞാൻ ചെയ്യത്തുള്ളൂ. അത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവൻ എന്റെ അച്ഛനമ്മയാണെങ്കിലും ഇവൻ വൈശാഖ് ആണെങ്കിലും എനിക്ക് ക്ലോസ് ആയിട്ട് എല്ലാവരും എന്നെ ഉപദേശിക്കാറുണ്ട്, ഞാൻ എല്ലാം കേൾക്കും. കേട്ടിട്ട് എനിക്ക് എന്താണോ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യം അത് ചെയ്യും. അതിനി മാറ്റാൻ പറ്റത്തില്ല. മേ ബി അങ്ങനെ ആയിരിക്കാം ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും നമ്മൾ തമ്മിലുള്ള ഒരുപാട് വർഷമായി, ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നല്ല രീതിയിലാണ് പോകുന്നത്. നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഫ്രണ്ട്സ് അല്ല, വളരെ റെയർ ആയിട്ടാണ് സംസാരിക്കുന്നത്, വളരെ റെയർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നിരുന്നാലും സംസാരിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവൻ 3 ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക. അപ്പൊ അത്രയും തിരക്കുള്ളൊരു ഇതിൽ നിന്നും എനിക്ക് വേണ്ടി ചില സമയത്തൊക്കെ സമയം കണ്ടെത്താറുണ്ട്. അപ്പം ഇത് ലൈഫ് ലോങ് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പം ഇതിനെക്കാട്ടിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് അടുത്ത ചിത്രത്തിലുള്ളത്. നോക്കിയാലോ? ഓക്കെ. ഇത് ഓക്കെ. സോ പൊടീര സിസ്റ്ററും പിന്നെ ഹസ്ബൻഡും ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു സിസ്റ്ററിനെയോ എനിക്കൊരു ബ്രദറിനെയോ വേണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ യൂഷ്വലി പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലൊക്കെ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. സത്യം പറഞ്ഞാൽ പൊടീര സിസ്റ്റർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ലെക്ചറിനാണ്, നമ്മുടെ സേക്രഡ് ഹാർട്ട് കോളേജിലെ ലെക്ചറാണ്. ഓക്കെ. അപ്പം ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളാണ് പുള്ളിക്കാരി. പിന്നെ എന്താ പറയാ, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പൊ പൊടി ചില സമയത്ത് പറയാറുണ്ട്, പുള്ളിക്കാരിയായിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒരു സെറ്റാണ്. പിന്നെ നമ്മൾ തമ്മിൽ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ വേണ്ടി പല പ്രാവശ്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇതിനായിട്ട് നടന്നിട്ടില്ല. അത് എപ്പോഴാണെന്ന് അറിയത്തില്ല. അതിന്റെ പേര് നമ്മൾ ഒരുപാട് കളിയാക്കാറുണ്ട്. പിന്നെ നിതീഷ് എന്നാണ്, ആതിര എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പിന്നെ നിതീഷ് ബ്രോ എന്ന് പറയുന്നത് അവർ തമ്മിൽ ലവ് മാരേജ് ആയിരുന്നു. അപ്പം ഭയങ്കര ഹാപ്പിയാണ് അവർ. ഭയങ്കര ഹാപ്പി എന്നില്ല, ഭയങ്കര ഹാപ്പി മാത്രമല്ല, ഭയങ്കര റൊമാൻറ്റിക്കാ. റൊമാൻറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റൊമാൻറ്റിക് കാരണം എനിക്കാണെന്നല്ല, മനസ്സിലായില്ലേ? കാരണം അവര് ഭയങ്കര എക്സ്പ്രസീവ് ആണ്. പിന്നെ പുള്ളിക്കാരനും ടീച്ചറാണ്. അപ്പം എന്താ പറയാ, ക്രിക്കറ്ററും ആണ്. ഓക്കെ. അപ്പം എന്താ പറയാ, അവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ എനിക്ക് ആസ് എ ബ്രദർ എന്നുള്ള രീതിയിൽ എന്തും ഷെയർ ചെയ്യാൻ പറ്റും. ഒരു ഈഗോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ മനുഷ്യനാണ്.
ഓക്കെ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ അതിന്റെ ഇരട്ടിയാണ് പുള്ളിക്കാരൻ. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാ, ഭയങ്കര എന്റെ അടുത്ത് ആ രീതിയിൽ എന്നെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഒരു ഭയങ്കര മച്ച എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ അവിടെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ പുള്ളിക്കാരൻ നമ്മളൊരു ഹാപ്പി ആയിട്ട് എന്തുണ്ടെങ്കിലും എനിക്കൊന്ന് എന്റെ കൂടെ ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ എനിക്ക് വിളിക്കണമെന്ന് ആഗ്രഹം. എനിക്ക് ബ്രദേഴ്സ് ഇല്ല അധികം. അപ്പം ഹീസ് ലൈക്ക് മൈ ബ്രദർ. ഓക്കെ, ഹീസ് മൈ ബ്രദർ. ലൈക്ക് മൈ ബ്രദർ എന്നല്ല, ഹീസ് മൈ ബ്രദർ. അത് ആതിര എന്ന് പറയുന്നത് എന്റെ ഓൺ സിസ്റ്ററിനെ പോലെ തന്നെയാണ്. അപ്പം ഭയങ്കര ഹാപ്പിയാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പം ഡോക്ടറും ആരതി ചേച്ചിയാണെങ്കിൽ റൊമാൻസ് ഇൻസ്പിറേഷൻ ഇവരുടെ അടുത്തുനിന്നാണോ? അങ്ങനെയല്ല, പറയണം അങ്ങനെയല്ല. പക്ഷേ ഇവരെ റൊമാൻറ്റിക് കാര്യങ്ങൾ ചില സമയത്ത് കാണുമ്പോൾ ഞാൻ എനിക്ക് ദൈവമേ, അല്ല അത് വേണ്ട ഇനി ഇത് കണ്ടതിന്റെ കാര്യം കൊഞ്ചം വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, ഇല്ല അങ്ങനെയല്ല. അവർ ഭയങ്കര എക്സ്പ്രസീവാ. പിന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്രസീവ് ആണ്, ബട്ട് ഭയങ്കര എക്സ്പ്രസീവ് അല്ല. മേ ബി ചിലപ്പോ കല്യാണമൊക്കെ കഴിയുമ്പോ ചിലപ്പോ കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആവും. അതെ. ഓക്കെ, നമുക്ക് അടുത്ത ഫോട്ടോയിലോട്ട്. അറിയില്ല ആരാന്ന്, നോക്കിയാലോ? ഓക്കെ. സോ പൊടിയിര അച്ഛനും അമ്മയാണ്. പിന്നെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അധികം പ്രായം തോന്നില്ല. പൊടിയുടെ ബ്രദർ എന്നാണ് പലരിടത്തും ചോദിക്കുന്നത്. അതെ, ഇതിൽ ഇടുന്ന സാധാരണ ഷർട്ടും ജീൻസൊക്കെ ഇട്ട് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ബ്രോ ഡാഡി പോലത്തെ ഒരു അച്ഛനാണ്. ഭയങ്കര കൂളാണ്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ അധികം സംസാരിക്കത്തില്ല, പക്ഷെ ഭയങ്കര സ്നേഹമാണ്. എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര നല്ലതായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഈവൻ ഫുഡ് ആണെങ്കിലും എല്ലാ കാര്യത്തിനും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ പുള്ളിക്കാരൻ അധികം സോഷ്യൽ മീഡിയയിലുള്ള ആളല്ല, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ മോട്ടർ ചെയ്യാറുണ്ട്. പിന്നെ അഡ്വൈസ് ഒന്നും ചെയ്യാറില്ല. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മുടേതായിട്ടുള്ള രീതിയിൽ മെച്യൂർ ആണെന്നുള്ള രീതിയിൽ, നിങ്ങൾ മെച്യൂർ ആണ്, നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പൊടിക്ക് ഒരു ഭയങ്കര സപ്പോർട്ടിങ് സിസ്റ്റമാണ് പുള്ളിക്കാരിന്റെ അച്ഛൻ. അപ്പം പുള്ളിക്കാരൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, ദുബൈയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ റിട്ടയർ ചെയ്ത് വന്നു. പിന്നെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയാ, ഒരു പാവം അമ്മയാ, മനസ്സിലായില്ലേ? എന്ന് വെച്ചാ എനിക്ക് പൊടി എപ്പോഴും പറയും ഞാൻ അമ്മയായിട്ടാണ് ഭയങ്കര ക്ലോസ് എന്നുള്ള. കാരണം അമ്മയായിട്ട് ക്ലോസ് ആവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ഞാൻ എന്റെ അമ്മയായിട്ടാണ് ക്ലോസ്. അപ്പൊ എനിക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അമ്മ മേ ബി അമ്മ കുട്ടി എന്നുള്ള രീതിയിലായിരിക്കാം. അപ്പൊ അമ്മയുടെ അടുത്താണെങ്കിലും ചില സമയത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പൊ പൊടി ഇതെന്താ ഇവര് തമ്മിൽ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ എന്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്, മനസ്സിലാവും. 2 പെൺമക്കളല്ലേ അവർക്ക്. അപ്പൊ എന്റെ അടുത്ത് നല്ല കാര്യമായിട്ട് സംസാരിക്കുന്ന, പിന്നെ ഭയങ്കര പാവമാണ്. പിന്നെ പൊടി അവിടെ ഇരുന്ന് കാണുന്നുണ്ട് അമ്മേനെ പറ്റി പറയുന്നത്. അല്ല, അമ്മ ഞാൻ പറഞ്ഞില്ലേ, ബേസിക്കലി രണ്ടുപേരും ഭയങ്കര പാവ. എന്ന് വെച്ചാ അങ്ങനെ ഒരു എന്താ പറയാ, ഭയങ്കര ഫ്രീ ആയിട്ട് എല്ലാരും വിടുന്ന, പിന്നെ അറ്റ് ദി സെയിം ടൈം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അപ്പൊ ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഒരു ഭാവി മരുമോൻ എന്നുള്ള റെസ്പെക്റ്റിലുള്ള ഒരു രീതിക്കാണോ, അതെയോ നിങ്ങൾ നല്ല ചങ്സ് ആണ്? അല്ല പരദൂഷണല്ല. അല്ല അമ്മയ്ക്ക് എങ്ങനെയാ, അമ്മയ്ക്ക് എൻ്റെ കൂടെ ഭയങ്കരമായിട്ട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ പൊടിയാണ് എന്ത് ചെയ്യുന്നത്, റെസ്ട്രിക്ട് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവര് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും, മനസ്സിലായില്ലേ? അപ്പം സംസാരിക്കുമ്പോഴത്തേക്ക് പൊടി പറയും, കാരണം എന്താ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ അമ്മയുടെ കാര്യങ്ങളെല്ലാം, വിഷമങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. അപ്പൊ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കണം. കാരണം അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഒരു മോൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നത്. പിന്നെ എന്താ പറയാ, ഭയങ്കര. പിന്നെ അമ്മയ്ക്ക് ചെടി ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, ചെടി വളർത്തുന്ന ഭയങ്കര ഒരു ഹോബിയാണ്. ഒരുപാട് ചെടി ഇഷ്ടംപോലെ വളർത്താറുണ്ട്. പിന്നെന്താ പറയാ, രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടാ പോണത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ റൊമാൻറ്റിക് ആക്കുന്നത് നമ്മളാണ്. ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് അച്ഛൻ്റെ കൂടെ ഭയങ്കര ഫോട്ടോസ് ഒക്കെ എടുക്കണം ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ ഞാൻ പിടിച്ചെടുത്ത് കടിച്ചു പിടിക്കുമോ എന്നൊക്കെ ഉമ്മയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പം ഇതാണ് അവരെ പറ്റി പറയാനുള്ളത്. നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല അച്ഛനും അമ്മയാ. അടുത്ത ഫോട്ടോ കണ്ട ഡോക്ടർ ഞെട്ടും. ഞെട്ടാ റെഡിയാണോ? ഓക്കെ. എന്റെ ദൈവമേ, ഞാൻ ജനിച്ച സമയം തൊട്ടേ കാണുന്നതാ, മനസ്സിലായി. ഞാൻ ഇവര് വീട്ടിൽ ആദ്യമായിട്ട് പോകുമ്പോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ ഇവളെ ഓരോ വളർച്ചയും ഞാൻ എന്ത് ചെയ്യുന്ന കണ്ടോണ്ടിരിക്കുന്ന. പാപ്പേ പാപ്പേ എന്ന് പറഞ്ഞ എന്റെ പിറകെ നടക്കുന്ന ഒരു കൊച്ച. എന്നെ പാപ്പേന്നാ വിളിക്കുന്നത്. പാപ്പേന്ന് വെച്ചാ അങ്കിൾ എന്നായിരിക്കും അല്ലേ? അങ്കിളെന്നാണ് അവരുടെ ഇതില് പാപ്പയെന്നാണ് വിളിക്കുന്നത്. പാപ്പയെന്ന് വിളിച്ചിട്ട് ഭയങ്കര കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഭയങ്കര ജീവനാ, മനസ്സിലായില്ലേ? അപ്പം എന്താ പറയാ, ഇത് ഭയങ്കര ഹാപ്പിയാ പുള്ളിക്കാരി എൻ്റെ കൂടെ. എന്താ പറയാ, ഇപ്പം പറയാൻ കിട്ടുന്നില്ല. ആക്ച്വലി വീട്ടിലൊരു ഓളമാണ് പുള്ളിക്കാരി, മനസ്സിലായി. ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു സെന്റർ ആണ് പുള്ളിക്കാരി എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? പിന്നെ അറ്റൻഷൻ സീക്കറാണ്, ഭയങ്കരമായിട്ട് അറ്റൻഷൻ എന്ത് ചെയ്യണം. ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ കോൺവെർസേഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് അറ്റൻഷൻ വേണം. പിന്നെ നന്നായി ഫുഡ് കഴിക്കും, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കൊടുത്താലും എന്ത് ചെയ്തോളും, കഴിക്കും. പിന്നെ ചില സമയത്ത് സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നിതാര എന്നാണ് പേര്.
അക്കു എന്നാണ് നമ്മൾ ആദ്യം വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ അവളെ സ്വന്തമായിട്ട് വിളിക്കുന്നത് നിച്ചു എന്നാ. പിന്നെ ഇപ്പൊ നിച്ചു എന്നാക്കി. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയോ? നിച്ചു ആള് തന്നെ ഇട്ട് പേരാണ് നിച്ചു എന്ന്. പിന്നെ എന്താ പറയാ ഭയങ്കര. നിച്ചുവിന് പാപ്പനെ പറ്റി അറിയോ? ലൈക്ക് ഇങ്ങനെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ എല്ലാ കാര്യവും ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനും പറ്റി അറിയാം. എന്റെ കൊച്ചെ അതിന് 2 വയസ്സേ ഉള്ളൂ. എല്ലാം അറിയോ? 2 വയസ്സേ ഉള്ളെന്ന്. അയ്യോ കുറച്ച് ബേസിക് കാര്യങ്ങളേ ഉള്ളു. ഇതാണ് കട്ട് ചെയ്താ 2 വയസ്സുള്ള. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ടാസ്ക് ഇവിടെ നിച്ചു ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഞാൻ ഇങ്ങനെയാണെന്ന് നിച്ചുനൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് നിച്ചു വലുതായി ഒരു 10 വയസ്സൊക്കെ ആകുമ്പോ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇവിടെ തന്നെ കിടക്കും. ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുക്കണം. നിച്ചുവിന്റെ അടുത്ത് ഞാൻ എന്താന്ന് പറഞ്ഞു കൊടുക്കണം. പാപ്പയെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നൊന്ന് പറഞ്ഞെടുക്കണം. അയ്യേ അത് ഓക്കെ, ഞാൻ അക്കുന്നാ വിളിക്കുന്ന. ഓക്കെ, അക്കുവിന്റെ പാപ്പ ഒരു ഭയങ്കര പാവം പാപ്പയാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ പാപ്പയാണ്. ആരടുത്തും ബഹളം വെക്കത്തില്ല. ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ഒരു പാപ്പയാണ്. പിന്നെ നല്ലൊരു മനുഷ്യനാണ്. പിന്നെ എന്താ പറയാ, പാപ്പയെ വലുതാകുമ്പോഴത്തേക്ക് എന്താ പറയാ, ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ പാപ്പയ്ക്ക് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു തരണം കേട്ടോ. 10 വർഷം കഴിഞ്ഞിട്ടല്ലേ ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, പിന്നെന്താ പറയാ, വേറെ ഒന്നുമില്ല, ഞാൻ ഒന്നും അല്ല. അപ്പൊ ആ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കട്ടെ. ഇപ്പൊ എന്തെങ്കിലും ആണെങ്കിൽ കുട്ടി എന്നെ എന്ത് ചെയ്തോളൂ ആ സമയത്ത്. അങ്ങനെയല്ല, ഞാനൊരു ഇന്റർവ്യൂല് ചേട്ടൻ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവണ കൊച്ചില്ലേ, കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇന്റർവ്യൂല് ഇങ്ങനെ. അല്ല അത് ആ സമയമാകുമ്പോ കുട്ടിക്ക് ഒരു പ്രായം എത്തുമ്പോ, ഈ 2 വയസ്സുള്ള കൊച്ചിന്റെ അടുത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ കൊച്ചിങ്ങനെ ഇരിക്കുന്നത് എന്താണ് ഈ പറയുന്നത്. അപ്പൊ ഇത് പാപ്പ എന്തൊക്കെയാ പറയുന്നില്ല. പാപ്പ അറിയാവുന്ന പ്രായം എത്തുമ്പോഴത്തേക്ക് കൊച്ചുങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അറിഞ്ഞു തുടങ്ങും. 2 വയസ്സുള്ള കൊച്ചിന്റെ അടുത്ത് ഇത്രേ പറയാനുള്ളൂ. പാപ്പ ഒരു പാവം പാപ്പയാണ്, മനസ്സിലായില്ലേ. എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക, മോളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ, ഡോക്ടറുടെ പേഴ്സണൽ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളാണ്. ചേച്ചിയല്ല, പേടിക്കണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുത്തനുമാണ്. എന്റെ ഏറ്റവും വലിയ എന്താ പറയാ, ഭയങ്കര ഇഷ്ടപ്പെടുന്ന ശത്രുവാ. ഓക്കെ, എന്നെ ഭയങ്കര കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് യൂഷ്വലി പെറ്റ്സ് ഒന്നും ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമായി. പൊടിക്ക് ചില സമയത്ത് വിചാരിക്കും എനിക്ക് അവനെ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അവനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. എന്നെ എപ്പോൾ കന്നാലും എന്നെ മുട്ടി ഇങ്ങനെ ഇരിക്കണം, മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ഭയങ്കര റെയറായിട്ടേ ഒന്ന് തലയോടെയൊക്കെ ചെയ്യത്തുള്ളൂ, കാരണം പേടിയാ. പക്ഷെ എന്നിരുന്നാലും എന്നെ ഒന്ന് മുട്ടിയിരിക്കണം. പിന്നെ ഞാൻ എപ്പോഴും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, ചോക്ലേറ്റ് ആണെങ്കിലും എല്ലാം, ഫുഡ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എവിടെ ഇരിക്കുന്നു ആ സ്ഥലത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരും. പിന്നെ പൊടി ഞാനും കൂടെ ഇരിക്കുകയാണെങ്കിൽ എന്റെ ഇടയ്ക്ക് കയറിയിരിക്കും. അല്ല കട്ടുറുമ്പാണ്, പക്ഷെ ഒരു ക്യൂട്ട് കട്ടുറുമ്പാണ്. പിന്നെ പൊടി എപ്പോഴും പറയുന്നത് എനിക്ക് ഭയങ്കര ഗ്ലാമർ ആണ് ആള്. പെണ്ണ് അന്വേഷിച്ചോണ്ടിരിക്കുക, മിക്കവാറും കിളവനായി. ഇനി എപ്പോഴാണ് പെണ്ണിനെ കിട്ടുന്നതെന്ന് അറിഞ്ഞൂടെ. ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളിന് ആണ്. കൊള്ളാം, ഇത് ആൺകുട്ടിയാണ്, ലൂക്കി എന്നാണ് പേര്, മനസ്സിലായ. അത് പൊടി അങ്ങനെയാ ഇത് ചെയ്തേക്കുന്നത്. എപ്പോഴും കെട്ടിയൊക്കെ വെച്ച് കൊടുത്ത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് കൊണ്ട് നടക്കുന്നത്. ലൂക്ക ഭയങ്കര ഒരു പൗരുഷമുള്ള ഒരാണാണ്, ആൺകുട്ടിയാണ്. ഓക്കെ, പെൺകുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൂക്കിക്ക് വേണ്ടി. അപ്പൊ ഇത് നമ്മുടെ വീടിന്റെ അകത്തുള്ള കട്ടുറുമ്പ്. പുറത്തും കുറച്ച് കട്ടുറുമ്പുകളൊക്കെ ഉണ്ട് പുറത്ത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറെ ആൾക്കാര് ഉണ്ടാവുമല്ലോ, നിങ്ങള് ഒരുമിച്ച് ഇരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കുറെ കട്ടുറുമ്പുകൾ ഉണ്ടാവുമല്ലോ. ഇല്ലേ, അടുത്ത ആളെ കാണിക്കാൻ വേണ്ടി പോണില്ല. അപ്പൊ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചതാ, പുറത്ത് കട്ടുറുമ്പുണ്ടോന്നോ. അങ്ങനെ ഇല്ല, അങ്ങനെ ആരും ഭയങ്കരമായിട്ട് വന്ന് ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ലൂക്കയും നമ്മുടെ നിച്ചും കൂടെ, ഐ മീൻ അക്കു ബേബിയും കൂടെ ഭയങ്കര ഒരു കോംബോയാ. അവരൊരു എപ്പോഴും ഒരുമിച്ച് നടക്കുന്ന, അവർ ഭയങ്കര ഹാപ്പി ആയിട്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ജോളി ആയിട്ട് എപ്പോഴും എന്താ പറയാ, അവരെപ്പോഴും ഒരുമിച്ചാ. എൻ്റെ അടുത്ത് ഇങ്ങനെ വരും, ഒരുമിച്ച് ഇങ്ങനെ വന്നിട്ട് രണ്ടെണ്ണം കൂടെ വന്നിങ്ങനെ ശല്യപ്പെടുത്തും. രണ്ടുപേർക്കും അറ്റൻഷൻ വേണം. രണ്ടുപേർക്കും ഒരാളെ നോക്കി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് സങ്കടം, അടുത്ത ആളെ നോക്കി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് സങ്കടം. പിന്നെ നല്ല രസമാണ് ഇത്. എന്താ പറയാ, ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ഒരുപാട് കട്ടുറുമ്പുകൾ ഉണ്ടാവുമല്ലോ. എന്നാണ് കല്യാണം, ഡോക്ടർ റോബിനും ആരതിയും പിരിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കുറെ കാണുന്നുണ്ട്. അതിപ്പോ ഞാൻ പറയട്ടെ, അതിപ്പോ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് എല്ലായിടത്തും പോയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ, കല്യാണം ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് ഒരാഴ്ച മുമ്പാണ് പറയുള്ളൂ. സത്യം പറഞ്ഞ കട്ടുറുമ്പുകളെ പേടിച്ചിട്ടാണോ അങ്ങനത്തെ ഒരു തീരുമാനം? അല്ല, ആക്ച്വലി സത്യം പറഞ്ഞാൽ
അത് എന്റെ ഭാഗത്തുനിന്ന് ഉള്ളൊരു ഫോൾട്ട്. ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മുടെ പേഴ്സണൽ ലൈഫൊക്കെ നമ്മൾ കുറെയൊക്കെ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാണ് വരുന്നത്. നമ്മൾ പിന്നെ പബ്ലിക്കലി ഇടുമ്പോൾ ഒബ്വിയസ്ലി പിന്നെ ആൾക്കാർ ചോദിക്കും. പിന്നെ അത് എന്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണ്. എനിക്ക് ആ സമയത്ത് അറിയത്തില്ല എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയാണ് ഇത് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മളത് നോക്കിയിട്ട് ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തി. ഇപ്പൊ നമ്മുടെ ഞാൻ ജിപിയും പിന്നെ മറ്റേ ഗോപിയും കൂടെ കല്യാണം കഴിച്ചാണെങ്കിൽ പെട്ടെന്ന് ഇതെന്താ പെട്ടെന്ന് എല്ലാം കൂടെ പെട്ടെന്നായിരുന്നു. എല്ലാം കൂടെ എൻഗേജ്മെന്റ് കല്യാണം എല്ലാം കൂടെ പടപടപടയെന്ന് നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. അത് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. കാരണം ഞാൻ ആദ്യമേ ഭയങ്കര എക്സ്പ്രസീവ് ആണ്, എല്ലാം എനിക്ക് കാണണം, അപ്പൊ സ്നേഹം. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എല്ലാം ഇങ്ങനെ കാണിച്ചപ്പം അങ്ങനെയായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് വന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ മാക്സിമം അതൊക്കെ ഹാൻഡിൽ ചെയ്ത് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ഫോട്ടോയിലോട്ട് പോവാം. ഓക്കെ നല്ല ചിരിച്ചൊരു ഫേസ്. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. എനിക്ക് തോന്നുന്നു എത്രാമത്തെയാണ്, 12th ചീഫ് മിനിസ്റ്റർ ആണ് പുള്ളിക്കാരൻ. 2016 കയറിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ചീഫ് മിനിസ്റ്റർ ആണ്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു ഇപ്പം 5 വർഷം കവർ ചെയ്തതിന് ശേഷം വീണ്ടും ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള CM എന്ന് തോന്നുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സാധാരണ താഴെക്കട്ടിൽ നിന്നും ഒരു ചീഫ് മിനിസ്റ്റർ വരെ എത്തണം എന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ പുള്ളിക്കാരിലും ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. നമ്മൾ നിപ്പ ഫേസ് ചെയ്തപ്പോൾ 2 പ്രാവശ്യം ഫ്ലഡ് ഫേസ് ചെയ്തപ്പോഴും അതേപോലെ കോവിഡ് ഫേസ് ചെയ്തപ്പോഴും എല്ലാം നമുക്ക് നമ്മുടെ ഗവൺമെന്റ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ കുറെ തെറ്റുകൾ എല്ലാ സ്ഥലത്തും എല്ലാ ഗവൺമെന്റിലും അവിടെ ഇവിടെയൊക്കെ തെറ്റുകൾ വന്നു കാണും. അതൊക്കെ കുറച്ച് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും പേര് എഗൻസ്റ്റ് നിൽക്കുമ്പോഴും അത് ഫേസ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരനെ പറ്റിയൊക്കെ അഭിപ്രായം പറയാനായിട്ട് ഞാൻ ആരും അല്ല. ഹീസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ഓക്കെ, ഞാൻ ഇപ്പോഴും ഒരു ഗ്രോയിങ് സ്റ്റേജിൽ, ഒരു ബഡ്ഡിങ് സ്റ്റേജിൽ നിൽക്കുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ലെജൻഡ് ആണ്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. നെഗറ്റീവ്സ് മീൻസ് ഗവൺമെന്റിൽ പല കാര്യങ്ങളിലും കുറെ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി തിരുത്തി കഴിഞ്ഞാൽ അടുത്ത ഗവൺമെന്റ് ഇവർ തന്നെയായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് അവർ ഭരിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതേ ഞാൻ പറയുന്നു. അടുത്ത ഫോട്ടോയിലോട്ട് പോയാലോ? നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ലോകത്തിലെ ഇൻഫ്ലുവൻഷ്യൽ ടോപ്പ് സ്ട്രോങ്ങസ്റ്റ് പേഴ്സണിൽ ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര സ്ട്രോങ് ആണ്, എക്സ്ട്രീം സ്ട്രോങ് ആണ്, ഭയങ്കര നിലപാടും എന്താ പറയാ ഭയങ്കര സ്ട്രോങ് ആണ്. ഹീസ് വെരി സ്ട്രോങ്. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ 14th പ്രൈം മിനിസ്റ്റർ ആണ്. എനിക്ക് 2014 തൊട്ടേ പുള്ളിക്കാരൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ. 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നത്. അറിയോ? 2014 പുള്ളിക്കാരൻ ആദ്യമായിട്ട് എന്ത് ചെയ്ത പ്രൈം മിനിസ്റ്റർ ആയത്. അപ്പൊ തൊട്ടേ ഇപ്പോഴും ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം കൺസിക്യൂട്ടീവ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, പ്രൈം മിനിസ്റ്റർ ആയിരിക്കുകയാണ്. പിന്നെ പുള്ളിക്കാരനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതിന് മുന്നേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. 2001 തൊട്ട് 14 വരെയും ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്രൈം മിനിസ്റ്ററിലേക്ക് വന്ന. ഞാൻ കണ്ടിട്ടുള്ളതിൽ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ്. എന്താ പറയാ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് ആൾക്ക്. പുള്ളിക്കാരനെ എന്തുമാത്രം ഹേറ്റേഴ്സ് ഉണ്ടോ അതിന്റെ ഒരു 10 മടങ്ങ് പുള്ളിക്കാരനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്യുന്നത് ശരിയാണെന്നല്ല പറയുന്നത്, പക്ഷെ പുള്ളിക്കാരൻ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയാണ് അല്ലെ. പല കാര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്തും കാണിച്ചിട്ടുണ്ട്. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹീസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇതില് എന്താ പറയാ, നമ്മുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ വ്യക്തികളിൽ 1-2 പേരില് പ്രസിഡന്റ് കഴിഞ്ഞ പ്രൈം മിനിസ്റ്റർ ആണ്. മലയാളികൾക്കിടയിൽ മോദിനെ സപ്പോർട്ട് ചെയ്യുന്ന മോദിജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരെ വേറൊരു പേരല്ലോ പറയുന്നത്. നമ്മൾ ഇപ്പൊ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കണ്ട അപ്പൊ തന്നെ കുറെ നെഗറ്റീവ് പറയുന്ന ഞാൻ പ്രൈം മിനിസ്റ്റർ ഒരു പ്രാവശ്യം ഞാൻ ഒരു ദിവസം രാവിലെ എണീച്ച് നോക്കുമ്പോൾ എനിക്ക് കുറെ ചീത്തവിളിയും കാര്യങ്ങളും പല സ്ഥലത്തില്ല. നീ ഇതെന്താ സംഭവം? എനിക്ക് ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ പുള്ളിക്കാരന്റെ എന്തോ വീഡിയോസ് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പ്രൈം മിനിസ്റ്റർ ഒന്ന് ഫോളോ ചെയ്തു ഇൻസ്റ്റാഗ്രാമില്. അടുത്ത ദിവസം നോക്കിയപ്പോഴത്തേക്ക് മൊത്തം എന്നെ സംഖ്യയാക്കിയിട്ട് മൊത്തം ചീത്തവിളിയും കാര്യങ്ങളൊക്കെ. റോബിൻ രാഷ്ട്രീയത്തിലേക്കെന്ന് പറഞ്ഞൊരു റിപ്പോർട്ടർ ചാനലിൽ ഒരു ഇതൊക്കെ കണ്ടു. ഞാനൊരു പ്രൈം മിനിസ്റ്ററിനെ ഫോളോ ചെയ്തേ ഉള്ളൂ. പിന്നെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും കണ്ടന്റ് ആയതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ പോയിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ പൊടിയുടെ ഫാദറിന് ഇഷ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ എന്താ പറയാ,
ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ്. ഒരുപാട് കാര്യങ്ങളിൽ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്റ്റിൽ ഹി സ്ട്രോങ്, ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഇതില് ഇപ്പോഴത്തെ ഗവൺമെന്റിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്ത് കാണിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെ എന്ത് വിമർശിക്കുമ്പോഴും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും കൂടെ ഓർത്താൽ നല്ലതാണ്. അതിപ്പോ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് നമ്മൾ ടാസ്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ പോകണം. ഈ അടുത്ത് വരുന്ന ഫോട്ടോസിൽ ജസ്റ്റ് ഒരു 1 ലൈൻ പറയാം. ഇലോൺ മസ്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളാണ്, വെൽത്തിയസ്റ്റ് ആളാണ്, ഒറ്റയ്ക്ക് വന്ന ഒരാളാണ്. പിന്നെ ഭയങ്കര ഐഡിയൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ള, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പേസ് എക്സിന്റെ ഫൗണ്ടർ ആൻഡ് സ്ഥാപകനാണ്. പിന്നെ ടെസ്ലയുടെ സ്ഥാപകനാണ്. പുള്ളിയെ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പേപ്പാലില്, പിന്നെ സിപ്പ് എന്നൊക്കെ പറഞ്ഞ സംഭവത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ട്വിറ്റർ പുള്ളിക്കാരെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് സ്പേസ് എക്സിന്റെ കാര്യമാണ് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത്. കാരണം എനിക്ക് തോന്നുന്നു 2006 പുള്ളിക്കാരെ ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ട് റീയൂസബിൾ ആയിട്ടുള്ള റോക്കറ്റ്സ് ആദ്യം ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അപ്പോഴേ ഫ്ലോപ്പായി. പിന്നെ 2015-16 ആ ഒരു റീയൂസബിൾ ഇത് തിരിച്ച് അതേപോലെ ലോഞ്ച് ചെയ്ത് ഫാൽക്കൺ 9 എത്തി പുള്ളിക്കാരനെ സക്സീഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ പുള്ളിക്കാരൻ്റെ എനിക്കൊന്ന് മിഷൻ എന്ന് പറയുന്നത് മാർസിലേക്ക് പോവുക, അവിടെ പ്ലാന്റ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തിട്ട് എർത്ത് ജനിച്ച ആള് മാർസിൽ പോകണമെന്നാണ് പുള്ളിക്കാരൻ്റെ മിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര നെവർ ഗീവ് അപ്പ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. ഇൻസ്പയറിംഗ് ആണ്. അടുത്ത ഫോട്ടോ റൊണാൾഡോ. ഇനി എന്റെ ഫേവറേറ്റ് ഫുട്ബോളർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് ആണ്, ഭയങ്കര പാഷനേറ്റ് ആണ്. എനിക്കൊന്ന് 39 വയസ്സായി, ഇപ്പോഴും അത്രയും എന്താ പറയാ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്കിംഗ് ആയിട്ടാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, ഫുട്ബോളിനെ കാണുന്നതും അത് കണക്കാക്കുന്നതും. പിന്നെ എനിക്ക് ചില സമയത്തുണ്ടല്ലോ റൊണാൾഡോ അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുള്ളിക്കാരൻ ഒന്ന് തോറ്റുപോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം വരും. ഈവൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ വേൾഡ് കപ്പ് അർജന്റീന ജയിച്ച സമയത്ത് ഞാൻ റൊണാൾഡോന്റെ ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റ് ഇട്ട് എന്നെ ആൾക്കാർ പൂരത്തറി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ അകത്തുണ്ട് എന്താ പറയാ ആ ഒരു സാധനമൊക്കെ ഇട്ടിട്ട് ഞാൻ മാത്രം ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. കാരണം എനിക്ക് പുള്ളിക്കാരൻ അത്ര ഇഷ്ടമാണ്. മെസ്സി ഹീസ് എ ലെജൻഡ്. പക്ഷേ റൊണാൾഡോ എന്ന് വെച്ചാൽ ഇമോഷണലി എനിക്ക് പുള്ളിക്കാനായിട്ട് കാരണം ഭയങ്കര പുവർ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നും അത്രയും സ്ട്രഗിൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് പാഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹാർഡ് വർക്കിങ്ങിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് പുള്ളിക്കാരൻ. നമ്മള് റൊണാൾഡോയുടെ ഗെയിം ഒക്കെ കാണുമ്പോ അന്നാണ് ഈ ഫുഡേ വേണ്ട, അത്രയും ആളുടെ അത്ര അടിപൊളി ഇതാണ്. ഏത് രാജ്യക്കാരന്റെ ആയിരുന്നു ഇത്? റൊണാൾഡോ അല്ല, എന്നില്ലേ ഈ ഫുഡ് കഴിക്കാതിരുന്ന് കളിയണ്ടെന്ന് പറഞ്ഞില്ല. ഏത് രാജ്യക്കാരന്റെ ആയിരുന്നു? ഏത് രാജ്യക്കാരനാണ് റൊണാൾഡോ? പോർച്ചുഗീസ് അല്ലേ? ഓ അതെനിക്കറിയാം. വേറെ കൂടുതലില്ല, കുറവില്ല, ഒന്നുമില്ല. അറിയില്ല ആരാന്ന്. അറിയില്ല. അദ്ദേഹത്തിന് ചേട്ടൻ നല്ല പോലെ എനിക്ക് അറിയില്ല. അല്ല അങ്ങനെ അറിയില്ല. അദ്ദേഹം കുറെ അറിയില്ല. ചേട്ടൻ ഇന്റർവ്യൂല് പറയാൻ പാടില്ല. അറിയില്ല. അടുത്ത ആരാന്ന് നോക്കട്ടെ. അറിയില്ല. അല്ല കുറെ അറിയില്ലെന്ന് ഞാൻ എനിക്ക് അറിയില്ല ആരാന്ന്. അറിയില്ല. അടുത്ത ഫോട്ടോ APJ അബ്ദുൽ കലാം. എനിക്ക് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യമായിട്ട് കുട്ടിക്കാലം മുതലേ അങ്ങ് രജിസ്റ്റർ ചെയ്ത ഒരു ആളാണ് അബ്ദുൽ കലാം സാറ്. എന്താ പറയാ പീപ്പിൾസ് പ്രസിഡന്റ്, ജനങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ എന്താ പറയാ പുള്ളിക്കാരൻ എയറോസ്പേസ് നമ്മുടെ എഞ്ചിനീയർ ആയിരുന്നു, സയന്റിസ്റ്റ് ആയിരുന്നു, ISROനൊക്കെ വേണ്ടി വർക്ക് ചെയ്ത ആളാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലേ? എന്ന് വെച്ചാൽ എനിക്കൊന്ന് ബാലിസ്റ്റിക് മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് മിസൈൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചതിലാണ് പുള്ളിക്കാരൻ. ഇത് ഭയങ്കര കാമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര കാമാണ്, അറ്റ് ദി സെയിം ടൈം സ്ട്രോങ് ആണ്. ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ആകണം എന്നൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരാളാണ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളിക്കാരൻ. പിന്നെ എന്താ പറയാ വീഴ്ചകളിൽ നിന്നും നമ്മൾ ഉയർത്തെണീറ്റ് അടുത്ത കാര്യങ്ങളിലേക്ക് പോകണമെന്ന്, അല്ലെങ്കിൽ നമ്മളെ ഫെയിലിയർ നമ്മളെ മുന്നിൽ ഉണ്ടെങ്കിലും ഫെയിലിയറിനൊക്കെ ഒരു എക്സ്പീരിയൻസ് ആക്കി കണ്ടാൽ മാത്രം മതി, അത് വെച്ചിട്ട് തളർന്നു പോകണ്ടെന്ന് ഞാൻ കൂടുതലും പഠിച്ചത് പുള്ളിക്കാരൻ നിന്നാണ്. അപ്പം ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്.
ആരാ അശ്വിൻ കോക്കിനെ ആരാ അശ്വിൻ കോക്കിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്റെ വീഡിയോ ചെയ്യുമ്പോഴാണ് ഞാൻ അശ്വിൻ കോക്കിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ പുള്ളിക്ക് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു, ഇപ്പോഴും കാണാറുണ്ട്. പുള്ളി ചില സമയത്ത് പറയാറുണ്ട്, ഞാൻ കുറച്ചേരം വീഡിയോസ് കാണുന്നതിൽ അശ്വിൻ കോക്കിന്റെ വീഡിയോ കാണാറുണ്ട്. പുള്ളിന്റെ പ്രസന്റേഷൻ ഒക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ എന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ ഇറക്കിയ സമയത്ത് പുള്ളിക്കാരൻ അതിന് എനിക്ക് പ്രൊമോഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അത് ഫ്രീ പ്രൊമോഷൻ. ഞാൻ പോലും ആക്ച്വലി അതിന് മേക്കപ്പ് ഞാൻ ചെയ്തിട്ടല്ല, ഞാൻ അതിൽ എഡിറ്റിംഗിലാണ് അവരതൊക്കെ ചെയ്തത്. പുള്ളിക്കാരൻ അതേപോലെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്ന് ചെയ്തു. എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ മൂവി എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ ആണ് പുള്ളിക്കാരൻ, മനസ്സിലായില്ലേ? എന്താ പറയാ, എനിക്ക് പുള്ളിക്കാരൻ്റെ സംസാരത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്ന ചില ടേംസ്, ചില വാക്കുകളൊക്കെ പറയുന്നത് ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ആഫ്റ്റർ ഓൾ ഈസ് ടീച്ചർ, റൈറ്റ്? അപ്പൊ ടീച്ചറാണ്. പിന്നെ ഒരുപാട് ശത്രുക്കളൊക്കെ ഉള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു, അല്ലേ? ഒരുപാട് പേര് എഗൻസ്റ്റ് ആയിട്ട് പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ ഹാപ്പി ആണല്ലോ, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ. ഇനിയും ആ സ്വപ്നങ്ങളിലും ലക്ഷ്യങ്ങളിലൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എത്രയും പെട്ടെന്നല്ല, പയ്യ മതിയോ? ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.